Hi, today this class we are going to discuss the new topic storage and transport of metal ions. Storage and transport of metal ion, especially iron molecule, Fe. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയണിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും മെറ്റലിൻ്റെ അയൺ എന്ന് പറയുമ്പോൾ മെറ്റൽ ഈ മെറ്റലിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഇപ്പോൾ ഈ സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടിനൊക്കെ വ്യത്യസ്ത തരം പ്രോട്ടീൻ മോളിക്യൂളെയാണ് നമ്മൾ ഈ ബോഡി ആശ്രയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവും ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, O2 ട്രാൻസ്പോർട്ട്. അപ്പോൾ O2 ട്രാൻസ്പോർട്ടും സ്റ്റോറേജിനൊക്കെ ഓരോ മോളിക്യൂളുണ്ട്, പ്രോട്ടീൻ മോളിക്യൂളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഇനി പഠിക്കാൻ പോകുന്ന ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ലെങ്ന്ന് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യും എവിടെ ടിഷ്യൂവിൽ ആ ഓക്സിജൻ ആര് സ്റ്റോർ ചെയ്യും, മയോഗ്ലോബിൻ സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന അയേണിനെ മെറ്റലിന് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജ് നടക്കുന്ന പെർട്ടിക്കുലർ പ്രോട്ടീൻ മോളിക്യൂളാണ്. അതിനെപ്പറ്റിയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അയണിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അയണിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് എക്സസ് എന്ന് പറയുമ്പോൾ മൈക്രോ ക്വാണ്ടിറ്റി അയൺ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മാക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ബൾക്ക് മെറ്റൽ, ട്രേസ് മെറ്റൽ. അപ്പോൾ ട്രേസിൽ വരുന്ന മെറ്റലാണ് അയൺ. അപ്പോൾ ഈ അയണിൻ്റെ അയൺ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യം എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ സിന്തസിസ്. ഈ ഹീമോഗ്ലോബിൻ സിന്തസിസ് ബോൺ മാരോ സ്പ്ലീനിലൊക്കെ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ സിന്തസിസ് നടക്കുക. ലിവറിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ഹീമോഗ്ലോബിൻ സിന്തസിസിന് അയൺ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ ഫുഡിൽ നിന്ന് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് ഇൻടേക്ക് ചെയ്യും അയൺ. ഈ അയൺ നമ്മൾ എന്ത് ചെയ്യും, ഹീമോഗ്ലോബിൻ സിന്തസിസിൻ്റെ ഒരു പാർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ചില മോളിക്യൂൾ. അതുപോലെ തന്നെ എക്സസ് ആയിട്ട് അയൺ വന്നു കഴിഞ്ഞാൽ ആ അയണിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്യാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റൽ അയൺ, എസ്പെഷ്യലി അയൺ മോളിക്യൂൾസ്. അപ്പോൾ ഈ സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടിനൊക്കെ സഹായിക്കുന്ന പ്രോട്ടീൻ മോളിക്യൂളാണ് ഫെറിറ്റിൻ, ട്രാൻസ്ഫെറിൻ, സിഡറോഫോർ. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, ഫെറിറ്റിൻ ഈസ് എ അയൺ സ്റ്റോറേജ് പ്രോട്ടീൻ മോളിക്യൂൾ. അയൺ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ കോട്ടാണ് ആക്ച്വലി ഫെറിറ്റിൻ. ഈ സ്റ്റോർ ചെയ്ത അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂളാണ് ട്രാൻസ്ഫെറിൻ. അപ്പോൾ ട്രാൻസ്ഫെറിൻ അധികം നമുക്ക് കാണാൻ പറ്റും ബ്ലഡിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ കാണപ്പെടുന്ന ട്രാൻസ്ഫെറിൻ മോളിക്യൂളാണ് സെറം ട്രാൻസ്ഫെറിൻ. നമ്മളിപ്പോൾ നോക്കുന്നത്. പിന്നെ ഈ ലോവർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയ അത്തരം ഓർഗാനിസത്തിലൊക്കെ അയൺ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ല. അപ്പോൾ അതിൽ സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടിനും ഏറ്റവും മോളിക്യൂളാണ് ആ കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടീൻ മോളിക്യൂളാണ് സിഡറോഫോർ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് അതിന് മുമ്പ് നമുക്ക് ബയോമിനറലൈസേഷൻ എന്നൊരു പ്രോസസ്സ് നോക്കാം. എന്താണ് ബയോമിനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മെറ്റൽസിൻ്റെ സ്റ്റോറേജ്. ഇപ്പോൾ മെറ്റൽസ് എന്തിനൊക്കെ സ്റ്റോർ ചെയ്യുമെന്ന് വെച്ചാൽ മെറ്റൽ മേ ബി സ്റ്റോർ ഫോർ ടു സ്ട്രെങ്തൻ ദർ ബോഡി സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ബോഡി സ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ്റെ സിന്തസിസിന് വേണ്ടി സ്റ്റോർ ചെയ്യാം. അപ്പോൾ പല ടൈപ്പ് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റലിൻ്റെ സ്റ്റോറേജ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ബോഡി സ്ട്രക്ചർ റിജിഡിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത്തരം ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബയോമിനറലൈസേഷൻ. അപ്പോൾ ഈ സ്ട്രക്ചറൊക്കെ നമ്മൾ ഒരുപാട് ഷെല്ലായിട്ട് വരുന്ന ഒരുപാട് ജീവികളുണ്ട്, ഞണ്ട് പോലെ. അത്തരം അത്തരം ജീവികളൊക്കെ ശരീരത്തിൽ ഒച്ച പോലൊക്കെ ഉള്ള സ്ട്രക്ചറിൻ്റെ ശരീരത്തിൽ കാണാൻ പറ്റിയ ഒരു കാൽഷ്യം ഷെൽസ്. ആ ഷെൽസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഓഫ് ബയോമിനറലൈസേഷൻ. ഈ ബയോമിനറലൈസേഷൻ മെറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മെറ്റൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോളിക്യൂളിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ബയോമിനറലൈസേഷനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ബയോമിനറലൈസേഷൻ ഈസ് എ സ്റ്റോറേജ് ഓഫ് മെറ്റൽസ് ഇൻ ബോഡി. അതിനാണ് നമുക്ക് വേണമെങ്കിൽ ബയോമിനറലൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. Biomineralization is the process by which living organisms produce minerals to harden or specific organic surface of protein and or lipids or stiffen existing tissue. Such tissues called mineralized tissues. Okay, that's biomineralization is a process by which living organisms produce minerals to harden the specific organic surface of proteins and or lipid or stiffen existing tissues. Such tissues are called mineralized tissue. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജീവികളുടെ ശരീരം സ്റ്റിഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിനറൽസ്, അതിൻ്റെ സർഫസ്, അതിൻ്റെ ബോഡി സർഫസ് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിരുന്നത് മിനറൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മിനറലൈസ്ഡ് ടിഷ്യൂസ്
ഉണ്ടാകുന്ന ടിഷ്യൂസിനെയാണ് മിനറലൈസ്ഡ് ടിഷ്യൂസ് എന്ന് പറയാം. അങ്ങനെ സ്റ്റോറേജ് വെക്കുന്ന മെറ്റൽസിൻ്റെ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബയോമിനറലൈസേഷൻ. In oceans, calcium involved in shell formation, shells. Okay, another example is the formation of ferritin core. ഓക്കെ, അപ്പോൾ ഈ ഓഷനിലാണെങ്കിൽ ഈ ഷെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള കുറേ ജീവികളുണ്ട്. ഫോർമേഷൻ ഓഫ് മൊളസ്കാസ്, അതേപോലെ തന്നെ ഗാസ്ട്രോപോഡ്സ്, സ്നെയിൽസ്, സീ ഷെൽസ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബയോമിനറലൈസേഷൻ കാണാൻ പറ്റും. ആ ടൈപ്പിലൊരു ബയോമിനറലൈസേഷൻ ആണ് ആക്ച്വലി ഈ ഫെറിറ്റിൻ. അനദർ എക്സാമ്പിൾ ഈസ് ദ ഫോർമേഷൻ ഓഫ് ferritin core. Ferritin is the principal store of non-heme iron in animals. Ferritin is, when fully loaded, contain about 20% of Fe by mass. Once the ferritin shell is saturated within the iron, no more can enter. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സീ ഷെൽസിനെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അയൺ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രോട്ടീൻ കോട്ടാണ് ആക്ച്വലി ഫെറിറ്റിൻ, അല്ലെങ്കിൽ ഫെറിറ്റിൻ മോളിക്യൂൾ, അല്ലെങ്കിൽ ഫെറിറ്റിൻ കോർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെറിറ്റിൻ ഈസ് ദ അയൺ സ്റ്റോറേജ്. അപ്പോൾ ഈ ഫെറിറ്റിനും എന്തിനൊരു എക്സാമ്പിൾ ആയിരിക്കും? ഒരു ബയോമിനറലൈസേഷൻ എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഫെറിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോൺ ഹീം അയൺ ആണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നോൺ ഹീം അയൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹീമോഗ്ലോബിന് ബൗണ്ട് ചെയ്യാത്ത ഫ്രീ ആയിട്ടുള്ള അയൺ മോളിക്യൂളാണ് ആക്ച്വലി ഫെറിറ്റിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫെറിറ്റിൻ, fully loaded ferritin contains about 20% Fe by mass. അപ്പോൾ ഒരു ഫെറിറ്റിൻ മോളിക്യൂൾ 20% Fe by mass ഉണ്ടാവും. ദെൻ ഫെറിറ്റിൻ മോളിക്യൂൾ Fe സ്റ്റോറേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിലേക്ക് ഫെറിറ്റിൻ വരില്ല. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഒരു മോളിക്യൂളിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, within the organism, different complexing agents are used to transport iron. Iron is carried in the bloodstream of higher animals by the iron binding proteins called transferrin. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അയേണിനെ ഹയർ അനിമൽസിൽ, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹയർ അനിമൽസിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫെറിൻ. നോക്കുക, ഫെറിറ്റിൻ ഈസ് അയൺ സ്റ്റോറേജ്, ട്രാൻസ്ഫെറിൻ ഈസ് ദ അയൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂളാണ് ആക്ച്വലി ട്രാൻസ്ഫെറിൻ. ഓക്കെ, വിത്തിൻ ദ ഓർഗാനിസം ഡിഫറെൻറ്റ് കോംപ്ലക്സിംഗ് ഏജന്റ് ആർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് അയൺ. Iron is carried in the blood stream by higher animals by the iron binding proteins called transferrin. Okay, transferrin transport ions to the site of synthesis of iron, other iron containing compounds, example hemoglobin and cytochromes, and its insertion by enzyme into porphyrin ring. അപ്പോൾ ഈ ട്രാൻസ്ഫറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയേൺസിന് ആവശ്യമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിൻ്റെ പ്ലേസ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീം കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ സിന്തസിസ് ചെയ്യുന്ന പ്ലേസിലേക്ക് അയണിനെ എത്തിച്ചു കൊടുക്കുക. ഇവിടുന്ന് അയൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എവിടെയാണ്? പ്രോട്ടീൻ കോട്ടായിട്ടുള്ള ഫെറിറ്റിൻ ആണ്. ഈ ഫെറിറ്റിന് അയൺസിൻ്റെ ആവശ്യമുള്ള ഹീമോഗ്ലോബിൻ സിന്തസിസ് സൈറ്റിലേക്ക് അയൺ എത്തിച്ചു കൊടുക്കുന്ന ഫംഗ്ഷനാണ് ആക്ച്വലി ഈ ട്രാൻസ്ഫറിന് വരുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ പോലെ തന്നെ സൈറ്റോക്രോമിൻ്റെ സിന്തസിസ്, സൈറ്റോക്രോം ഈസ് അയൺ പ്രോട്ടീനാണ്, അയൺ എൻസൈമാറ്റിക് പ്രോട്ടീനാണ്. അവിടെയും അയൺ എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ ട്രാൻസ്ഫറിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ മോളിക്യൂൾ നോക്കാം. ഫെറിറ്റിൻ, ട്രാൻസ്ഫറിൻ, സെഡറോഫോർ എന്ന് നോക്കാം. സെഡറോഫോർ എന്ന് പറയുമ്പോൾ ലോവർ ഓർഗാനിസത്തിൽ വരുന്ന ഒരു അയൺ ട്രാൻസ്പോർട്ട് സ്റ്റോറേജ് ചെയ്യുന്ന മോളിക്യൂളാണ് സെഡറോഫോർ. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫെറിറ്റിൻ. അപ്പോൾ ഫെറിറ്റിൻ ഈസ് എ സ്റ്റോറേജ് ഓഫ് അയൺ. അയൺ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾ കോട്ടാണ് ആക്ച്വലി ഫെറിറ്റിൻ. നോക്കാം നമുക്ക്. ഫെറിറ്റിൻ is an important iron store in mammalians organs. Okay, ferritin is an important iron store in mammalians organs. Example, liver, spleen and bone marrow. അപ്പോൾ ഈ ലിവറിൽ, സ്പ്ലീനിൽ, ബോൺ മാരോയിലൊക്കെയാണ് ഈ അയൺ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന ഈ പ്രോട്ടീൻ കോട്ടാണ് ആക്ച്വലി ഫെറിറ്റിൻ. ഓക്കെ, the structure of ferritin. Ferritin's structure നോക്കുക നമ്മൾ. The protein ferritins serve as a store of iron and is composed of a protein core and an inorganic iron core of hydrous ferric oxide Fe2O3H2O with various amount of phosphate. Around 4,500 iron atoms Fe3 can be reversibly stored inside the protein core in a complex. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഈ ഫെറിറ്റിൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ കോട്ടാണ്. പ്രോട്ടീൻ കോട്ട് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ഒരു ഹോളോ കോട്ടായിരിക്കും ഈ ഫെറിറ്റിൻ. ഫെറിനിൽ ഹൈഡ്രസ് ഫെറിക് ഓക്സൈഡ് ആയിട്ടുള്ള Fe2O3H2 ആയിട്ടായിരിക്കും ഈ ഫെറിക് അല്ലെങ്കിൽ അയൺ സ്റ്റോറേജ് വെച്ചിട്ടുണ്ടാകും. ഏകദേശം 4,500 അയൺ ആറ്റമെങ്കിലും ഒരു ഫെറിറ്റിൻ കോട്ടിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത് റിവേഴ്സിബിളി ബൈൻഡഡ് ആയിരിക്കും. എന്താ റിവേഴ്സിബിൾ ബൈൻഡിങ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ആ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, ആവശ്യമില്ലാത്ത സമയത്ത് പുറത്തുനിന്ന്
പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിലേക്കും പോകും. ഓക്കെ, അതിനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫെറിറ്റിൻ പ്രോട്ടീൻ കോട്ടിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ദ പ്രോട്ടീൻ കോട്ട് ഓഫ് ഫെറിറ്റിൻ കമ്പോസ്ഡ് ഓഫ് 24 പെപ്റ്റൈഡ് ചെയിൻ. ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയത് 24 പെപ്റ്റൈഡ് ചെയിനാണ്. ഈ 24 പെപ്റ്റൈഡ് ചെയിനിൽ വരുന്ന അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ 175 amino acids ഉണ്ടാവും. Okay, the protein coat of ferritin composed of 24 peptide chains with around 175 amino acids coiled into a ellipsoids and are packed to give arrangement which look like a hollow sphere of 100 Armstrong diameter. ഒരു 100 Armstrong diameter ഉള്ള ഒരു സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു കോട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ആക്ച്വലി ഈ ellipsoidal pack. Coiled into ellipsoidal and are packed to give an arrangement which look like a hollow sphere of 100 Armstrong diameter. 100 Armstrong diameter ആയിട്ട് ഈ 24 പെപ്റ്റൈഡ് ചെയിൻ ellipsoidal പാക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോളോ സ്ഫിയർ ആണ് ആക്ച്വലി പ്രോട്ടീൻ കോട്ട്. ദിസ് ഹോളോ സ്ഫിയർ കണ്ടെയ്ൻ എ മിനറൽ കോർ ഓഫ് ഹൈഡ്രേറ്റഡ് അയൺ 3 oxide Fe2O3H2O. അപ്പോൾ ഈ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ അയൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫെറിക് ഓക്സൈഡ് ആയിട്ടായിരിക്കും ഈ അയൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദ ഹോളോ സ്ഫിയർ ഓഫ് പ്രോട്ടീൻ കോട്ട് ഓഫ് ഫെറിറ്റിൻ അലോ ദ പാസേജ് ഓഫ് Fe2 its oxidation mineralization Fe2 to Fe3 in various forms of hydrated Fe2O3. അപ്പോൾ ഈ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിലേക്ക് Fe പോകുന്നത് എന്തായിരിക്കും? Fe2 പ്ലസ് ആയിട്ടായിരിക്കും Fe എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്തിട്ടുള്ള ഈ Fe2 പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബയോമിനറലൈസേഷൻ നടന്നിട്ട് Fe2 to Fe3 ആക്കി മാറും. Fe2 ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് Fe3 ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് നമ്മൾ മിനറലൈസേഷൻ പറയും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് its oxidation and mineralization takes place inside the protein coat. Okay, the protein coat allows the movement of iron and in and out of the protein through the channel iron to enter Fe2 ferrous iron enter by hydrophilic channel and leave by hydrophobic channel. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള Fe2 ഫെറസ് എൻ്റർ ചെയ്യുന്നത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ചാനലിലൂടെ ആയിരിക്കും ഇവിടെ ഈ ഫെറിറ്റിൻ്റെ ഉള്ളിലേക്ക്. അതായത് ഉള്ളിൽ നിന്ന് പുറത്ത് പോകുന്നത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള Fe3 ആയിട്ടായിരിക്കും പുറത്ത് പോകുന്നത്. ഓക്കെ, ദെൻ Fe2 obtained as absorbed from food or breakdown of hemoglobin entered to the channel of the protein and is oxidized to Fe3 along with the formation of ferric oxide. Okay, by mineralization inside the protein coat. അപ്പോൾ നമ്മൾ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന അയൺ അതുപോലെ തന്നെ ഈ ഹീമോഗ്ലോബിൻ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആവുന്നതാണ് അയൺ. ഈ അയൺ ഒക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിലേക്ക് ഫെറിറ്റിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ്രോഫിലിക് ചാനൽ വഴി ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്തുന്ന സമയത്ത് തന്നെ ഈ Fe2 Fe3 ആയിട്ട് മാറിയിട്ട് മിനറലൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. മിനറലൈസ്ഡ് ഫോം എന്ന് പറയുമ്പോൾ ഫെറിക് ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി എപ്പോഴാണ് ഈ അയണിൻ്റെ ശരീരത്തിന് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഈ ഫെറിറ്റിൻ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈഡ്രോഫോബിക് ചാനലിലൂടെ അത് പുറത്തേക്ക് വരും. അത് Fe3 ആയിട്ടായിരിക്കും പുറത്ത് വരും. ഓക്കെ, ദെൻ ദാറ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഫെറിറ്റിൻ. അത്രയാണ് ഫെറിറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ട്രാൻസ്ഫെറിൻ. ട്രാൻസ്ഫെറിൻ ഈസ് എ ട്രാൻസ്പോർട്ട് ഓഫ് അയൺ. അയൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് ആക്ച്വലി ട്രാൻസ്ഫെറിൻ. നമുക്ക് ട്രാൻസ്ഫെറിനെ പറ്റി നോക്കാം. ട്രാൻസ്ഫെറിൻ constitute the several structurally important single Fe protein of which are glycoproteins. Their molar mass are about 18,000. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫെറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂളാണ്. അത് ഈ അയണിനെ ട്രാൻസ്പോർട്ട് ചെയ്യാണ് അതിൻ്റെ ഫംഗ്ഷൻ. അതിൻ്റെ മോളാർ മാസ് ഏകദേശം 18,000 ആണ് അതിൻ്റെ മോളാർ മാസ്. ഓക്കെ, ഇൻ അവർ ബോഡി ന്യൂ ഹീമോഗ്ലോബിൻ സിന്തസൈസ്ഡ് ഇൻ ദ ബോൺ മാരോ ആൻഡ് ദ സ്പ്ലീൻ ആൻഡ് ലിവർ ഡെസ്ട്രോയ് ദ ഓൾഡ് റെഡ് ബ്ലഡ് സെൽസ്. Okay, in our body hemoglobin synthesized in the bone marrow and spleen. സ്പ്ലീനും ബോൺ മാരോ ആയിരിക്കും അധികം ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്നത്. അതേസമയം ഈ ഹീമോഗ്ലോബിൻ ഡിസ്ട്രോയ് ചെയ്യുന്നത് ലിവറിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ലിവറിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിൻ, അതായത് ഈ ഓൾഡ് ഹീമോഗ്ലോബിനൊക്കെ ലിവറിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത്, നശിപ്പിക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന അയൺ എവിടെ എത്തിക്കണം? ഈ ലിവറിന് എവിടെ എത്തിക്കണം? ഇത് ഹീമോഗ്ലോബിൻ്റെ സിന്തസിസ് സൈറ്റ് ആയിട്ടുള്ള ബോണിലും സ്പ്ലീനിലൊക്കെ എത്തിക്കണം. ആ എത്തിക്കുന്ന ഫംഗ്ഷനാണ് ആക്ച്വലി ഈ ട്രാൻസ്ഫെറിൻ നിർവഹിക്കുന്നത്. ഓക്കെ, ദീസ് അയൺ കാരീസ് ഈസ് നീഡഡ് ടു ട്രാൻസ്ഫർ ദീസ് അയൺ ആറ്റം ഫ്രം ലിവർ ടു ബോൺ മാരോ. ദീസ് functional role is carried by transferrin.
Okay, the protein which does this job is called serum transferrin. അപ്പോൾ ഈ ഒരു കാര്യം ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഈ ട്രാൻസ്ഫറിൻ മോളിക്യൂളിനെ ഈ ബ്ലഡിലുള്ള ട്രാൻസ്ഫറിൻ മോളിക്യൂളിനെ പറയുന്ന പേരാണ് serum transferrin. Okay, the protein which does this job is known as serum transferrin. Serum transferrin bind two iron atom at two very similar site, one near C-terminal lobes and other one at N-terminal lobes. അപ്പോൾ നമുക്കറിയാം ഈ അമിനോ ആസിഡ് പ്രോട്ടീൻസിനൊക്കെ C-terminal lobes ഉണ്ടാവും, N-terminal lobe ഉണ്ടാവും. അപ്പോൾ ഈ സിറം പ്രോട്ടീനിൽ ഈ സിറം ട്രാൻസ്ഫറിനിൽ അയൺ ബൈൻഡ് ചെയ്യുന്ന ഒരു C-terminal ലോബിലായിരിക്കും, ഒന്ന് N-terminal ലോബിലായിരിക്കും. The serum transferrin bind two iron atom at two very similar site, one near C-terminal lobes and while the other near N-terminal lobes. Okay, at the active site each Fe atom is bound to the protein by histidine N and 2-tyrosine phenoxide and an aspartate carboxylate COO-. അപ്പോൾ ഈ അയൺ ബൗണ്ട് ഈ ട്രാൻസ്ഫറിൽ അയൺ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഒക്ടാഹെഡ്രൽ സൈറ്റിലായിട്ട്, ഒരു ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് സൈറ്റിലായിരിക്കും. ഈ ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് സൈറ്റിൽ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N terminal ആയിട്ടുള്ള നോക്കുക, the active sites of each Fe atom is bound to the protein by histidine N and tyrosine phenoxide. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് ആണ്. അപ്പം ഈ 4 സൈറ്റ് satisfied by histidine and tyrosine amino acids. Then remain the 2 sites satisfied by carboxylate, aspartate carboxylate COO- ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒക്ടാഹെഡ്രൽ Fe octahedral is surrounded by 6 coordination site. ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള സറൗണ്ട് 6 ലിഗാൻഡ് ആയിരിക്കും. ആ 6 ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ structure നോക്കുക. The 4 protein binding ligand are arranged octahedrally around the Fe3 while the 2 cis sites keep open, at which the ion coordinates a CO3 2- or HCO3-. In the absence of carbonate, the transferrin will not bind iron. അപ്പോൾ ഈ കാർബണേറ്റിന്റെ ആബ്സൻസിൽ ഒരിക്കലും ഈ ട്രാൻസ്ഫറിൻ അയണായിട്ട് ബൈൻഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ട്രാൻസ്ഫറിൻ ആസ് എ ക്ലാസ് ഓഫ് പ്രോട്ടീൻ, സിറം പ്രോട്ടീൻസ്. ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ട്രാൻസ്ഫറിൻ ഉണ്ട്. അപ്പോൾ ഈ ബ്ലഡിൽ കാണുന്ന ട്രാൻസ്ഫറിൻ മോളിക്യൂൾ എന്ന് പറയുന്ന പേരാണ് സിറം ട്രാൻസ്ഫറിൻ. അതുപോലെ തന്നെ വേറൊരു ട്രാൻസ്ഫറിൻ മോളിക്യൂളാണ് ലാക്ടോ ട്രാൻസ്ഫറിൻ. ലാക്ടോ ട്രാൻസ്ഫറിൻ പ്രസന്റ് ഇൻ മിൽക്കിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളൊരു ട്രാൻസ്ഫറിൻ മോളിക്യൂളാണ് ലാക്ടോ ട്രാൻസ്ഫറിൻ. ദെൻ ഓവാ ട്രാൻസ്ഫറിൻ പ്രസന്റ് ഇൻ എഗ് വൈറ്റിൽ കാണുന്ന ഒരു ട്രാൻസ്ഫറിൻ മോളിക്യൂളാണ് ഓവാ ട്രാൻസ്ഫറിൻ. ഓക്കെ, Transferrin is a class of iron binding proteins which transport iron in higher animals by the bloodstream to the site of synthesis of other iron containing compounds, example hemoglobin and myoglobin, etc. Okay, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫറിനെ പറ്റി പറയാനുള്ളത്. ഇനി then next we are going to discuss the last molecule, Sederophore. ഇപ്പോൾ Sederophoreന്റെ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് ഈ ലോവർ ഓർഗാനിസത്തിന് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറിങ്ങിനും സെപ്പറേറ്റ് മോളിക്യൂളുള്ള ഒറ്റ മോളിക്യൂളാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതിനെ പറഞ്ഞ പേരാണ് Sederophore. Sederophore are small molecule which have the relatively low molecular weight 500 to 1000 and are secreted by microorganisms around the environment. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ Sederophore are small molecules which have the relatively low molecular weight 500 to 1000 and are secreted by the microorganisms around their environment. അപ്പോൾ ഈ ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് ഒരു ഈ ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസം അതിൻ്റെ സെൽസിൻ്റെ പുറത്തേക്ക് ഈ ടൈപ്പ് മോളിക്യൂളിനെ സെക്രീറ്റ് ചെയ്യും. ഈ ടൈപ്പ് മോളിക്യൂളിനെ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂൾ ഇതായിരിക്കും ഒരു കോംപ്ലക്സിങ് ഏജന്റ് ആയിരിക്കും. ഈ കോംപ്ലക്സിങ് ഏജന്റ് അയണായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ മോളിക്യൂൾ എന്ത് ചെയ്യും, ഈ സെൽ വാളിന്റെ ഉള്ളിലേക്ക് പോകും. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അയൺ ഒരിക്കലും ഈ ബാക്ടീരിയന്റെ ഒക്കെ സെൽ വാള് ക്രോസ് ചെയ്തിട്ട് പോരാ. കാരണം എന്താണ്, സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപിഡ്സ് ഓർ ഫാറ്റ് കൊണ്ടായിരിക്കും ഈ സെൽ വാൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അയൺ എന്ന് പറയുമ്പോൾ പോളാർ മോളിക്യൂളാണ്. ഇപ്പൊ ഈ പോളാർ മോളിക്യൂൾ ഈ സെൽ വാളിനെ ക്രോസ് ചെയ്ത് പോലത് ഡ്യൂ ടു ദ പൊളാരിറ്റി ഡിഫറൻസ്. പക്ഷെ എപ്പോഴാണ് ഇത് ഈ ഒരു സെൽ വാൾ ക്രോസ് ചെയ്ത് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ പോലെയുള്ള ഈ ജീവികൾ പുറത്തേക്ക് ഈ Sederophore ഈ കോംപ്ലക്സിങ് ഏജന്റിനെ സെക്രീറ്റ് ചെയ്യും. ഈ സെക്രീറ്റ് ചെയ്യുന്ന Sederophore അയണായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ്, ഒരു കിലേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കിലേറ്റഡ് കോംപ്ലക്സിന്റെ പൊളാരിറ്റി
ഈ അയണിന്റെ പോളാരിറ്റി ലോവർ ഡിക്രീസ് ചെയ്യും. ഈ കിലേറ്റഡ് കോംപ്ലക്സ് ഈ സെൽ വാൾ ക്രോസ് ചെയ്തിട്ട് ഈ ബാക്ടീരിയന്റെ ഇന്നിലേക്ക് വരും. ദിസ് ഇൻ ആൻഡ് ദിസ് ഔട്ട്. ഓക്കെ. In microorganism, iron is bound and transported by their environment by siderophore. Siderophore solubilize and transport Fe3 by forming extremely stable octahedral complex within Fe3. With Fe3, subsequently iron transported across the cell membrane. Okay, എന്താ പറയുന്നത്? Sederophore solubilize and transport Fe3 by forming extremely stable octahedral complex. Subsequently, iron is transported across the cell membrane. Okay, അപ്പോൾ ഈ Sederophore എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സെൽ സ്ട്രക്ചറിന്റെ ഈ ബാക്ടീരിയയുടെ സെൽസിന്റെ പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. Sederophore ഈ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഈ സെൽസിന്റെ പുറത്തേക്ക് ഈ സൈഡ് മൂവ് ചെയ്യാൻ പറ്റും. സെല്ലിന്റെ പുറത്ത് വെച്ചിട്ട് അത് Fe3 ആയിട്ട് ബൈൻഡ് ചെയ്യും. Fe3 ആയിട്ട് ബൈൻഡ് ചെയ്ത് സൊല്യൂബിലൈസ്ഡ് ഫോമിലേക്ക് വരും. ഈ സൊല്യൂബിലൈസ്ഡ് ഫോം ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ. Then Sederophore are chelating ligands and provide a set of oxygen donors. Fe3 and the complex are thought involve the 6-coordinate Fe3. Okay, Sederophore is a complexing agent which contain number of oxygen donation site or nitrogen donation site. This will bind Fe3 to form the complex. This complex easily move towards the cell membrane of bacteria. Okay, Sederophore are classified into several groups based on their molecular structure and manner. They chelate ions. Different types of Sederophore under examples are ferrichrome, dysferrichromes, enterobacterium. These are different types of Sederophores. Okay, enterobacterium. An example on enterobacterium. Enterobacterium bind Fe3 very tightly. However, the complex are labeled to allow iron to be transported and transferred within the bacteria. After the ferric enterobacterium complex formation, the complex interact with the specific receptors. Then in the outer cell membranes and subsequently complex enters the cell by active transport. Okay, അപ്പോൾ ഈ Fe സെല്ലിന്റെ ഉള്ളിലേക്ക് വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ കഴിഞ്ഞ ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻട്രോബാക്ടീരിയം സെല്ലിന്റെ പുറത്തെത്തും. സെല്ലിന്റെ പുറത്തെത്തി കഴിഞ്ഞാൽ എൻട്രോബാക്ടീരിയം അയണായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ചില റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ഈ സെല്ലിന്റെ സ്ട്രക്ചറുകൾ ചില റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് തിരിച്ച് സെല്ലിന്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, എൻട്രോബാക്ടീരിയം ബൈറ്റ് Fe3 very tightly. However, the complex are labeled to allow iron to the transported and the transferred within the bacteria. After ferric enterobacterium complex formation, the complex interact with the specific receptors in the outer cell membrane and subsequently the complex enters the cell by active transport. That's about the Sederophores. So these about the storage and transport of iron molecules. Okay. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.